ഡൽഹിയിലെ ജന്തർ മന്ദറിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള CJPയുടെയും വിദ്യാർത്ഥികളുടെയും ഇന്ത്യയിലെ പൗരന്മാരുടെയും പ്രതിഷേധ സമരം ശക്തമായപ്പോൾ എക്കാലത്തും BJPയും RSSും സംഘപരിവാറും ഇറക്കുന്ന അതേ ചീട്ടുകൾ ഇറക്കാൻ തുടങ്ങി. ഈ സമരത്തിന് പിന്നിൽ ചില നിഗൂഢ തന്ത്രങ്ങളുണ്ട്, തീരുമാനങ്ങളുണ്ട്. ഇത് ജിഹാദികളുടെ സ്പോൺസറാണ്, വർഗീയവാദികളാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. പല ദിക്കുകളിൽ നിന്നും അവർ ഈ ശരങ്ങൾ തൊഴുതുവിട്ടുകൊണ്ടേയിരുന്നു. പക്ഷേ സമരം അണക്കാൻ അവർക്ക് സാധിച്ചില്ല. പല പ്രമുഖരെയും ഇതിനു വേണ്ടി അവർ കൂട്ടുപിടിക്കാൻ ശ്രമിച്ചു. പലരും അവരുടെ ആ കെണിയിൽ വീഴുകയും ചെയ്തു. ഒടുവിൽ പ്രതിഷേധം വിജയത്തിൽ അവസാനിക്കുകയും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുകയും ചെയ്യേണ്ടി വന്നു. അതിനുശേഷമാണ് അടുത്ത സംഭവം നടക്കുന്നത്. സംഘപരിവാറിൻ്റെ ബുദ്ധിജീവി എന്നറിയപ്പെടുന്ന TJ മോഹൻദാസ്. എന്തുകൊണ്ടാണ് സമരക്കാരോട് ഇത്ര വലിയ അസഹിഷ്ണുത എന്ന് ചോദിച്ചാൽ അടിത്തറ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ. അദ്ദേഹവും ആവർത്തിച്ചു ഇതിന് പിന്നിൽ വർഗീയവാദികളാണ്, ജിഹാദികളാണ് എന്ന്. അവർ പണം കൊടുത്തിട്ടാണ് അവർ പല പരിപാടികളും അവിടെ സംഘടിപ്പിക്കുന്നത് എന്ന്. അത് കേട്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്. മോഡിയും അമിത്ഷായും RSSും സംഘപരിവാറും എത്രയാണാവോ TJ മോഹൻദാസിന് കൊടുത്തിട്ടുള്ളതെന്ന്. അദ്ദേഹം പറഞ്ഞ പരാമർശങ്ങൾ ഒരിക്കലും ഒരു ഇന്ത്യക്കാരനും ഒരു പൗരനും അംഗീകരിക്കാനാവാത്തതാണ്. അദ്ദേഹമാണ് ആ സമരമുഖത്ത് നിയമപാലകനായി വന്നിരുന്നത് എങ്കിൽ സമരക്കാരെ ആദ്യം പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയും പോയില്ല എങ്കിൽ വെടിവെച്ച് കൊന്നുകളയുകയും ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോവുകയും ചെയ്യുമെന്നാണ്. ആദ്യത്തെ പ്രസ്താവനയേക്കാൾ അപകടകരമായിരുന്നു അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പ്രസ്താവന. അത് സ്ത്രീകൾക്കെതിരെയുള്ളതായിരുന്നു. അദ്ദേഹം പറഞ്ഞത് സമരമുഖത്ത് കണ്ട മുഴുവൻ സ്ത്രീകളെയും ഒന്നിച്ച് ആക്ഷേപിക്കുകയായിരുന്നു. അവരെല്ലാവരും ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരാണ്, വ്യഭിചാരത്തെ ഇഷ്ടപ്പെടുന്നവരാണ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരിക്കലും അംഗീകരിക്കാനാവില്ല. ഇന്ന് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അന്വേഷണം ഒരു പ്രഹസനമാകരുത്. ഇത്തരം ആളുകളെ തുറങ്കിലടക്കുകയും അങ്ങേ അറ്റമുള്ള ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നതിൽ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തെ, നമ്മുടെ ഈ സൗഹൃദാന്തരീക്ഷത്തെ തകർക്കുകയും ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പും ജാതിയും വർഗീയതയും വിഭാഗീയതയും ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് ഒരിക്കൽ കൂടി മുന്നോട്ട് വരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.